യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ടിടയാണ്. അത് ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ഇടവയിലൂടെ പ്രഘോഷിക്കുവാനായിട്ടിടയാകണം. ഭാരത സുവിശേഷീകരണത്തിനായി ജീവിതത്തെ മുഴുവനായിട്ട് ഒഴിഞ്ഞു വയ്ക്കുകയും തൽഫലമായിട്ട് ജീവൻ തന്നെ വെടിയേണ്ടി വരികയും ചെയ്തതായിട്ടുള്ള തോമസ് അപ്പോസ്തലനെ സ്മരിക്കുന്നതായിട്ടുള്ള ദിവസം, നമ്മുടെ സഭയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിട്ടുള്ള ദിവസം, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുള്ളവരായി ദൈവസ്ഥനിൽ ജീവിക്കുന്നതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞതായുള്ള കർത്താവിൽ വസിക്കുന്ന മക്കളായി, അങ്ങനെ വസിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ വ്യത്യാസം എന്തെന്ന് ഈ ലോകം കാണുന്നവരായി, ലോകത്തിന് മുൻപാകെ നല്ല സാക്ഷ്യം വഹിക്കുന്ന സമൂഹമായി തീരുവാൻ എല്ലാ തലമുറകളിലൂടെയും, കുഞ്ഞുങ്ങളിലൂടെയും യുവാക്കളിലൂടെയും മധ്യവയസ്കരായ ആളുകളുടെയും പ്രായമുള്ള ആളുകളിലൂടെയും എല്ലാവരിലൂടെയും ആ നല്ല സാക്ഷ്യം ഉളവാകുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.